السلام عليكم ورحمة الله تعالى وبركاته. وعليكم السلام ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وإترته أجمعين. أما بعد، الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു പടച്ച തമ്പുരാൻ അവൻ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകലമായ അപരാധങ്ങളെയും അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ഇനിയുള്ള ജീവിതം നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും ഇബാദത്ത് കൊണ്ട് ജീവിതം ധന്യമാക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറിടം അല്ലാഹു സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ റാഹത്തിന്റെ വീടാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചർച്ച ചെയ്യുന്നത് തവക്കുലിന്റെ മാർഗങ്ങൾ എന്ന് പറയുന്ന ഒരു ശീർഷകത്തെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഹാത്തിമുൽ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു സഹോദരൻ കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട തങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അല്ലാഹുവിൽ, നിങ്ങൾ പടച്ച തമ്പുരാനിൽ എന്തു കാര്യങ്ങളിലാണ് നിങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കിയിട്ടുള്ളത്? അല്ലാഹു നിങ്ങൾ തവക്കുലാക്കുന്നത് എന്തു കാര്യങ്ങളിലാണെന്ന് ബഹുമാനപ്പെട്ട ഹാത്തിമുൽ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ആ സഹോദരൻ കടന്നു വന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹാത്തിമുൽ ഹസൻ റളിയല്ലാഹു തആല അൻഹു ആ പ്രിയപ്പെട്ട സഹോദരനോട്, ആ പ്രിയപ്പെട്ട മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നാലു കാര്യങ്ങളിലാണ്. ആ നാല് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ദിക്ർ ചൊല്ലാനുണ്ട്. എന്നിട്ട് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആ നാല് കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒന്നാമതായി കൊണ്ട് ബഹുമാനപ്പെട്ട ഹാത്തിമുൽ ഹസൻ റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ ഭക്ഷണം അത് മറ്റാരും ഭക്ഷിക്കുകയില്ല, അത് മറ്റാരും ഭക്ഷിക്കുകയില്ല. അത് അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് സമാധാനമുണ്ടായി. എന്റെ ഭക്ഷണം ആരും ഭക്ഷിക്കുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് സമാധാനമുണ്ടായി എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. രണ്ടാമതായി കൊണ്ട് ബഹുമാനപ്പെട്ട ഹാത്തിമുൽ ഹസൻ റളിയല്ലാഹു തആല അൻഹു ആ പ്രിയപ്പെട്ട സഹോദരനോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ അമലുകൾ അത് മറ്റാരും ചെയ്യുകയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ അമൽ, ഞാൻ ചെയ്യേണ്ട 5 വക്ത് നമസ്കാരമാണെങ്കിൽ അതുപോലെ മറ്റുള്ള മുറപോലെ ചെയ്യേണ്ട കാര്യങ്ങൾ അത് മറ്റാരും ചെയ്യുകയില്ല, അത് ഞാൻ തന്നെ ചെയ്യണമെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ അമലിന് വ്യാപൃതനായി ഇബാദത്ത് കൊണ്ട് ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അല്ലാഹു പടച്ച തമ്പുരാനിലേക്ക് എന്റെ ഇബാദത്ത് നാളെ എന്നോട് അല്ലാഹു പടച്ച തമ്പുരാൻ മഹ്ശറ വൻസഭയിൽ എന്നോട് ചോദിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇബാദത്തിൽ ഞാൻ ധന്യമായി, ഇബാദത്ത് കൊണ്ട് ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എന്ന് ബഹുമാനപ്പെട്ട ഹാത്തിമുൽ ഹസൻ റളിയല്ലാഹു തആല അൻഹു ആ പ്രിയപ്പെട്ട സഹോദരൻ
സഹോദരന് പറഞ്ഞു കൊടുക്കുകയാണ്. മൂന്നാമതായി കൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, എന്റെ മരണം അത് ഒരിക്കൽ അത് ഓർക്കാപ്പുറത്ത് കടന്നു വരുന്നതാണ്. എത്ര തന്നെ ഭദ്രമായ കോട്ട കൊത്തളങ്ങൾ പണിതുയർത്തിയാലും, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കിങ്കരന്മാരെ നമ്മൾ കാവല് നിർത്തിയാലും, നമ്മുടെ വീടിന് ചുറ്റും കാവല് നിർത്തിയാലും, വിശാലമായ പ്രവിശാലമായ മതിൽക്കെട്ടുകൾ നമ്മൾ പടുത്തുയർത്തിയാലും, എത്ര തന്നെ ഭദ്രമായ കോട്ടത്തെ കൊത്തളങ്ങൾ നമ്മൾ പണി കഴിപ്പിച്ചാലും, അതിന്റെ അകത്തളത്തിലേക്ക് ഒരു ക്ഷണിക്കാത്ത അതിഥിയായിട്ട് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരും. അതുകൊണ്ട് എന്റെ മരണം അത് ഓർക്കാപ്പുറത്ത് കടന്നു വരുന്നതാണ്. അതുകൊണ്ട് അതിന് വേണ്ടി ഞാൻ ഒരുങ്ങി തയ്യാറായി. എന്റെ മരണത്തിന് വേണ്ടി ഞാൻ തയ്യാറായി. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും അവർക്കില്ലേ. എത്ര ആളുകളാ ഈ ലോകച്ചെന്ന് വിട പറഞ്ഞു പോയത്. ഇവിടെ വിട പറയുമില്ല എങ്കിൽ, മരിക്കാതെ ബാക്കിയെങ്കിൽ ജീവിച്ചിരിക്കാമെങ്കിൽ മുത്ത് റസൂലേ വീടേ, ഉത്തമ നബിയെ വീടേ. നമുക്കൊക്കെ ഇവിടെ ശാശ്വതമായിട്ട് എന്നും ഇവിടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ബഹുമാനപ്പെട്ടവരോടൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ മരണം അത് ഓർക്കാപ്പുറത്ത് വന്നെത്തുന്നതാണെന്ന് ബഹുമാനപ്പെട്ടവരോടൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആയതിനാൽ ഞാൻ മരണത്തെ ഗൗരവത്തിലെടുത്തു. ഞാൻ അതിനു വേണ്ടി തയ്യാറായി, അതിനു വേണ്ടി ഞാൻ ഒരുങ്ങി തയ്യാറായി. എത്ര മഹാന്മാരാണ് അവർ മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ എല്ലാം തയ്യാറാക്കി വെച്ചവർ. അവർക്ക് വേണ്ട ഖബർ കുഴിച്ചു വെച്ചു, അവർക്ക് വേണ്ട സാധനങ്ങൾ ഒരുക്കി വെച്ചു. അങ്ങനെ എത്ര മഹാന്മാരാണ് ഒരുങ്ങി തയ്യാറായ. എത്രയോ മഹാന്മാരുടെ ചരിത്രം നമുക്ക് പറയാനുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ തയ്യാറായി. അതുപോലെ ബഹുമാനപ്പെട്ട ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു ആ സഹോദരനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മരണം ഓർക്കാപ്പുറത്ത് കടന്നു വരുന്നതാണ്. ഓർക്കാപ്പുറത്ത് കടന്നു വരുന്നതാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ എന്നെന്നും ജീവിക്കുമെങ്കിൽ മുത്ത് റസൂൽ ജീവിക്കുമായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മരണം ഓർക്കാപ്പുറത്ത് കടന്നു വരുന്നതാണ്. അതുകൊണ്ട് അതിന് വേണ്ടി ഞാൻ ഒരുങ്ങി തയ്യാറായി, അത് ഞാൻ ഗൗരവത്തിലെടുത്തു എന്ന് ബഹുമാനപ്പെട്ട ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. നാലാമതായി കൊണ്ട് ബഹുമാനപ്പെട്ടവർ തന്റെ മുമ്പിലേക്ക് കടന്നു വന്ന ആ സഹോദരന് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ കണ്ണിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ എനിക്ക് സാധ്യമല്ല എന്നെനിക്ക് മനസ്സിലായി. എവിടേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു പടച്ച തമ്പുരാൻ നമ്മളെ കാണുന്നുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആൻ തന്നെ നമ്മോട് പറഞ്ഞല്ലോ, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും മനുഷ്യ നിന്നെ അല്ലാഹു നിരീക്ഷിക്കുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആനാണ് നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ കണ്ണിൽ നിന്ന് ഒരിക്കലും മറയാൻ സാധ്യമല്ല. പടച്ച തമ്പുരാന്റെ കണ്ണിൽ നിന്ന് ഒരിക്കലും മറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ അവനോട് ഞാൻ ലജ്ജ കാണിച്ചു. അങ്ങനെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് നമ്മൾ ഒരു ഷോപ്പിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ CC ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സൂക്ഷ്മതയോടെയാണ് നമ്മൾ അവിടേക്ക് പോവുക. നമ്മുടെ കാര്യങ്ങളൊക്കെ അവർ പകർത്തിയെടുക്കുന്നുണ്ട്. എന്നതുപോലെ അല്ലാഹു നമ്മളെ സദാസമയം നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്, അല്ലാഹു നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളൊരു ഉത്തമ ബോധം എനിക്കുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ വിഷയം ദീർഘമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അല്ലാഹു പടച്ച തമ്പുരാൻ നമുക്ക് ഇനിയും ഈ വിഷയം കൂടെ അതിന്റെ അവസാനം ഇതുപോലെ വിഷയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് അല്പം ദിക്ർ ചൊല്ലിക്കൊണ്ട്, നമ്മൾ ബർക്കത്തിന് വേണ്ടി അല്പം മാത്രം പറഞ്ഞു എന്നുള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്ർ ചൊല്ലി നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അല്ലാഹു നമുക്കൊക്കെ അതിനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജദ്ദിദൂ ഈമാനകും വനവ്വിറൂ ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ ലത്തീഫു യാ അല്ലാഹ് 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 യാ ഹയ്യു യാ ഖയ്യൂം 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 യാ ദായിമു യാ ദായിമു യാ ഹു യാ ദായിം യാ ദായിമു യാ ദായിം യാ ഹു യാ ദായിം യാ ദായിമു യാ ദായിമു യാ ഹു യാ ദായിം യാ ദായിമു യാ ദായിം യാ ഹു യാ ദായിം യാ ദായിമു യാ ദായിം യാ ഹു യാ ദായിം യാ ദായിമു യാ ദായിമു യാ ഹു യാ ദായിം യാ ദായിമു യാ ദായിം 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 യാ ഹു യാ ദായിം യാ ദായിമു യാ ദായിമു യാ ഹു യാ ദായിം ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി آمين الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد
അർഹമുർ റഹീമായ അല്ലാഹ് അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് പടച്ച റബ്ബേ ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരണേ അല്ലാഹുവേ ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീ അകറ്റി തരണേ അല്ലാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീ ദൂരീകരിച്ചു തരണേ അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ് ഞങ്ങൾക്ക് ക്യാൻസർ തരല്ല അല്ലാഹ് ട്യൂമർ തരല്ല അല്ലാഹ് ഹാർട്ട് അറ്റാക്ക് തരല്ല അല്ലാഹ് കുഷ്ഠരോഗം തരല്ല അല്ലാഹ് കാലിന്റെയും കൈയിന്റെയും മുട്ടിന്റെയും വേദനകൾ ഞങ്ങൾക്ക് നീ തരല്ല അല്ലാഹ് ശരീരത്തിലുള്ള രോഗങ്ങൾ തരല്ല അല്ലാഹ് ജനങ്ങളെ വെറുക്കുന്ന രോഗം തരല്ല അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിൽ മുറികൾ തന്നുകൊണ്ട് ശരീരം കീറി മുറിക്കുന്ന രോഗം തരല്ല അല്ലാഹുവേ പടച്ചവനെ ഒരാൾക്കും പ്രയാസമില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് നയിക്കാൻ നീ സൗഭാഗ്യം തരണേ അല്ലാഹ് ഒരാളെയും ബുദ്ധിമുട്ടാക്കാതെ റബ്ബേ നല്ലതുപോലെ ഈ ദുനിയാവിൽ ജീവിച്ചു തീർക്കാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം തരണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ കാല് മുറിക്കുന്ന ഞങ്ങളുടെ കൈ മുറിക്കുന്ന ഞങ്ങളുടെ ശരീരങ്ങൾ അറുത്തു മാറ്റുന്ന ഞങ്ങളുടെ കണ്ണ് പോലും ചൂതെടുക്കുന്ന രോഗം ഞങ്ങൾക്ക് നീ തരല്ല ഞങ്ങൾക്ക് നീ തരല്ലേ പടച്ച റബ്ബേ അല്ലാഹ് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ് ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റത്തിന്റെ വലുപ്പം കൊണ്ട് പടച്ച റബ്ബേ നിന്റെ മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ തരല്ല അല്ലാഹ് ഞങ്ങൾക്ക് രോഗം തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹുവേ ഞങ്ങളുടെ വയറ് കീറിക്കൊണ്ട് പൈപ്പിട്ടുകൊണ്ട് ഭക്ഷണം ഉള്ളിലേക്ക് അകറ്റുന്ന ഉള്ളിലേക്ക് എത്തിക്കുന്ന രോഗം ഞങ്ങൾക്ക് നീ തരല്ല അല്ലാഹുവേ ഞങ്ങളുടെ മലമൂത്രത്തിലൂടെ അല്ലാഹ് പൈപ്പിട്ടുകൊണ്ട് അതുപോലെ പല ഭാഗങ്ങളിലൂടെയും പൈപ്പിട്ടുകൊണ്ട് പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ല അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണേ അല്ലാഹുവേ ജീവിക്കുന്ന കാലം അല്ലാഹ് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹുവേ പടച്ചവനെ എല്ലാ ഉദ്ദേശങ്ങളും ഞങ്ങൾ നീ പൂർത്തിയാക്കി തരണേ അല്ലാഹുവേ നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ് പടച്ച റബ്ബേ വീട് പണിയുള്ളവരുടെ വീട് പണി എത്രയും പെട്ടെന്ന് നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹുവേ കച്ചവടമില്ലാത്തവർക്ക് അവർക്ക് കച്ചവടത്തിന് നീ ഹൈറും ബർക്കത്തും ഐശ്വര്യം ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹുവേ പടച്ചവനെ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അനുയോജ്യമായ ജോലി കൊടുക്കണേ അല്ലാഹുവേ അനുയോജ്യമായ ജോലി കൊടുക്കണേ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് പലരും വിട പറഞ്ഞു പോയി അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കണേ പടച്ച റബ്ബേ അല്ലാഹുവേ ഞങ്ങളും ആറടി മണ്ണാകുന്ന പച്ചമണ്ണിൽ പോയി കിടക്കേണ്ടവരാണ് വിശാലതയുള്ള പ്രകാശപൂരിതമുള്ള ഖബറിടമാക്കണേ അല്ലാഹ് പടച്ച റബ്ബേ ഞങ്ങളൊക്കെ ഈ ലോകത്ത് ഇവിടെ പറഞ്ഞാൽ ആയിരക്കണക്കിന് നൂറുകണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ആലിമീങ്ങളും അല്ലാഹുവേ സയ്യിദന്മാരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് എത്തിക്കണേ അല്ലാഹ് അത്തരം സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ നീ ഹൈറും ബർക്കത്തും ഐശ്വര്യവും ചൊരിയണേ അല്ലാഹുവേ ഞങ്ങൾക്ക് റബ്ബേ നല്ലത് ചെയ്യാൻ നല്ലത് പ്രവർത്തിക്കാൻ നീ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം തരണേ അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ മറ്റുള്ള പ്രയാസങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ വിഷമങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണേ അല്ലാഹുവേ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ നിന്റെ ഒരു കാവല് ഞങ്ങൾക്ക് തരണേ ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ല നീ വിഷമത്തിലാക്കല്ല ഞങ്ങളെ കുടുംബത്തിൽ ആർക്കെങ്കിലും രോഗം തന്നുകൊണ്ട് റബ്ബേ കുടുംബത്തിന്റെ എല്ലാ
വിറ്റ് ചെലവാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ല. ആമീൻ. ഞങ്ങളുടെ സമ്പത്ത് ഹോസ്പിറ്റലിന്റെ ബില്ലടക്കുന്ന സമ്പത്താക്കി മാറ്റല്ല. ഞങ്ങളെ നീ പരീക്ഷിക്കല്ല. നിന്റെ പരീക്ഷണത്തിന് ഞങ്ങളെ നീ വിധേയരാക്കല്ല. ഞങ്ങൾ സാധുക്കളാണ് പടച്ച റബ്ബേ, ഞങ്ങൾ പാപികളാണല്ലാ, നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, പലരും പല ഭാഗങ്ങളിൽ നിന്ന് ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകളുണ്ട്. പല ഉദ്ദേശങ്ങൾ പല സമയങ്ങളിലായിട്ട് ഞങ്ങളോട് പറയുന്ന ആളുകളുമുണ്ട്. റബ്ബേ, അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കണേ. എന്ത് ഉദ്ദേശമാണോ അവരുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ. അല്ലാഹുവേ, നീ പൂർത്തിയാക്കി കൊടുക്കണേ. അല്ലാഹുവേ, വിവാഹ പ്രായമെത്തിയ ഞങ്ങളുടെ സഹോദരിമാർക്ക് അനുയോജ്യരായ ഭർത്താക്കന്മാരെ കൊടുക്കണേ. വിവാഹ പ്രായമെത്തിയ സഹോദരന്മാർക്ക് അനുയോജ്യമായ ഇണകളെ കൊടുത്ത് അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ. നീ സ്വീകരിക്കണേ പടച്ച റബ്ബേ, നീ സ്വീകരിക്കണേ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. عليك توكلنا وإليك أنبنا وإليك المصير. آمين آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين.